ഹലോ, നമ്മളിപ്പോൾ വന്നിരിക്കണതേ പാണൻകുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പാണൻകുഴി എന്ന് പറഞ്ഞാൽ നമ്മളെ പാണരിപ്പോരിലേക്ക് പോണ വഴിയിലാണ്. അപ്പോൾ ഇത് ഒരു പാർക്കും കാര്യങ്ങളും അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഫാമിലികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ഈ പാണൻകുഴി എന്ന സ്ഥലത്ത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതുണ്ട് കേട്ടോ. മറ്റേ ഹട്ട് പോലത്തെ വീടും മറ്റേ ഓലയുടെ പിന്നെ മുകളിൽ മറ്റേ മരത്തിൻ്റെ മുകളിലുള്ള വീടുകളും കളിക്കാനും ഊഞ്ഞാലാടാനും കുളിക്കാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണിത്. നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ മറ്റേ വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാലും ഇട ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അതിനാ ഈ ഏറുമാടം കൊണ്ട് കാണുന്നത് മരത്തിന് മുകളിലുള്ള ഇങ്ങനത്തെ ഒരു 3-4 ഏറുമാടങ്ങളുണ്ട് ഇവിടെ. ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് എടുത്തങ്ങനാണ് ഞാനിത് വീഡിയോ. അപ്പോൾ ആൾക്കാർ കുറച്ച് പ്രായമുള്ള ആൾക്കാരും ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നൊക്കെയാണത്. അപ്പോൾ ഈ നമ്മൾ ഈ വെള്ളം കുറവുള്ള സ്ഥലത്ത് മാത്രമേ ഇവിടെ കുളിപ്പിക്കുള്ളൂ. നല്ല ഒഴുക്കുണ്ട്, അപ്പുറ സ്ഥലത്ത് നല്ല ഒഴുക്കുള്ള സ്ഥലമുണ്ട്. ഒരുപാട് ഫാമിലികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എത്ര മണിവരെ സമയം? ഇവിടെ 5 മണി. അതല്ലേ. സീസണോ ഇത്? സീസൺ എപ്പോഴാണ്? സീസണോ? ആ, ഇതിൽ 8 മണി തൊട്ട് 5 വരെ. അല്ല, സീസൺ അതായത് നമുക്ക് കൂടുതൽ വെള്ളമൊക്കെ ഉള്ള സമയം. കൂടുതൽ വെള്ളമുള്ള സമയം ഇപ്പോൾ വെള്ളമുള്ള സമയമാണ്. പക്ഷേ കനാലിൽ വെള്ളം വിടാനായിട്ട് ഷട്ടർ താത്തിയൊക്കെ പോത്താൻ വീട്ടിൽ. അപ്പോൾ ആ കനാലിൽ വെള്ളം വിട്ടതിന് ശേഷമാണ് ഇനി തുറക്കുള്ളൂ. അതല്ലേ. ഇപ്പോൾ സീസണാണ്. അതല്ലേ. വെള്ളമുള്ള സമയത്ത് ഇറക്കില്ല നമ്മളെ. വെള്ളം ഉണ്ടെങ്കിൽ സമയത്ത് ഇറക്കില്ല. വെള്ളം നിരന്ന് ഒഴുകുമ്പോൾ ഇറക്കില്ല. കുളിക്കാൻ ഒഴുക്ക് കണ്ടമാനുണ്ടെങ്കിൽ ഇറക്കില്ല. അല്ലെങ്കിൽ സുഖമായിട്ട് കുളിക്കാൻ ഇറക്കാം. പിന്നെ ഇവിടെ ചായ കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചായയും സ്നാക്സൊക്കെ കിട്ടും ഇവിടെ. പിന്നെ ആൾക്കാരൊക്കെ കുളിക്കാനാണ് ഈ കാണുന്നത്. ഒരുപാട് ജനങ്ങളുണ്ട്. ഇത് അപ്പുറത്തുള്ളത് സ്ഥലം മുളങ്കുഴി അല്ലേ? അല്ലിത്തോട്. അപ്പോൾ അവിടേക്ക് വരെ മയില വരുമ്പോൾ മലയാറ്റൂർ എന്ന് പറഞ്ഞല്ലേ? 8 കിലോമീറ്റർ ഉണ്ടല്ലേ? ഇതുപോലെ തന്നെ ഇപ്പുറത്തെ പോലെ തന്നെ അവിടെ അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അവിടെ അപ്പുറത്തുണ്ട്. മറ്റുള്ള ഈ സൗകര്യങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ അപ്പുറത്തെ ഭാഗം മലയാറ്റൂരിൽപ്പെട്ട ഭാഗം ഉണ്ടാകും. മലയാറ്റൂരിൽപ്പെട്ട ഒരു ഇതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണിത്. ഇത് ഇപ്പുറത്താണ്. ഇവിടെ കൊട്ടവഞ്ചി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. എൻ്റെ കൊട്ടവഞ്ചിക്ക് ഒരു 600 രൂപ ചാർജ് ചെയ്യും. 3-4 പേർക്ക് പോവാം. അപ്പം നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വരിക, എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ രസങ്ങൾ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബായ്.